എന്താ പ്യാരിജാതാ നിന്റെ മുതലാളി അമേരിക്കയിലേക്ക് തിരിച്ചു പോയോ? ഇല്ല സാറേ, ഇനി ഏതായാലും കോംപ്ലക്സിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് ചേച്ചി. സാറ് ഡേറ്റും നോക്കി വെച്ച്. നിങ്ങൾ എങ്ങനെ ഉദ്ഘാടനം നടത്തും? നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടില്ലല്ലോ. അതിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ച് ഉറപ്പിച്ചല്ലോ സാറേ. എന്തുറപ്പിക്കുന്നത്? വൃശ്ചികം 1 മുമ്പ് ഇടപാട് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്. എന്താ നിങ്ങൾ ചെയ്യാറുന്നത്? അത് സാറേ, മുതലാളിക്ക് പൈസ ഇത്തിരി തിരിമറിക്കാനായിട്ട് ഒരു ടൈറ്റ് വന്നേ. ഇനി ടൈറ്റായിട്ട് അവിടെ ഇരുന്നോട്ടോ, അതൊന്നും നടക്കൂല. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. പിന്നെ സാറിന് അമേരിക്കക്ക് പോകേണ്ടത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ. ഒരു ഉദ്ഘാടനം നടക്കില്ല കേട്ടോ. അയ്യോ, നടക്കില്ല. ഇനി അതായിരിക്കും ശീതളൻ സാറൊക്കെ അവരോടൊക്കെ പറ. ശീതളൻ സാറേ ഒന്നും പറയട്ടോ. ഇവിടെ ഒരു കാര്യം പറയാം. അല്ല, നമ്മൾ പറഞ്ഞുറപ്പിച്ച പൈസ സാറ് തരാന്ന് പറഞ്ഞ്. അതെ, നിങ്ങളോടൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്തിന് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പറ്റിയോ? പറ്റില്ല. അല്ല, അപ്പൊ ഇനി ഇവിടെ പറയണ്ട. മാത്രല്ല സാറേ, സെക്രട്ടറിയുടെ മോളെ കല്യാണമാണ്. അയാൾ അതിന്റെ പിന്നാലെ കെട്ടിത്തിരിഞ്ഞ് നടക്കുക. അല്ല സത്യശീല, ഈ സെക്രട്ടറിനോട് ഇപ്പൊ വരാൻ പറഞ്ഞാൽ മൂപ്പര് വരും, ഒരു ഒപ്പൊക്കെ മൂപ്പര് വേണ്ടിട്ട്. ഇത് സാറേ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നുണ്ട്. ഈ തിരക്കിൽ ഇവിടെ വന്നിട്ട് ഒപ്പിടുന്ന പോലെയല്ല. സാറ് സൈറ്റിൽ വന്നിട്ട് നോക്കണം, അതിനൊന്നും സമയം ഉണ്ടാവില്ല. സൂസൻ സാറേ, ഉദ്ഘാടനത്തിനുള്ള ഡേറ്റ് നിശ്ചയിച്ച് കാർഡും അടിച്ച് അങ്ങനെ പറയല്ലേ സാറേ. ഇനി ഒന്നും ആലോചിക്കാനില്ല പ്യാരിജാത. മകരോളൊക്കെ കഴിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതന്നെ. എന്നാ പിന്നെ മണ്ഡലവും മകരോളൊക്കെ കഴിഞ്ഞിട്ട് വരാം. അതുവരെ മുതലാളി നിൽക്കൂന്ന് തോന്നല്ല. വേണമെങ്കിൽ എന്നാ മതി. അല്ല, മൊയ്തു സാർക്ക് എന്താ ഈ കാര്യത്തിൽ ഇത്ര സുഷ്കാന്തി? നമുക്ക് കുറച്ച് സുഷ്കാന്തി ഉണ്ട്. എന്താ ഇപ്പൊ സെക്രട്ടറി വന്നൊരു ഒപ്പിട്ട് കൊടുത്താൽ ശരിയാക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിനെന്താ നിങ്ങൾ ഇങ്ങനെ ബലം പിടിക്കണത്? സെക്രട്ടറി ഒപ്പിട്ട് കൊടുക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതന്നെ. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചതല്ലേ. ആ ഡേറ്റിന് ആർക്ക് പറ്റിയില്ലെങ്കിൽ നമുക്കുള്ള സൗകര്യമുള്ള ഡേറ്റിന് അവര് തന്ന സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞാൻ തൊറ്റക്കെടുത്താണ്ട് അമുക്കിക്കാളുന്നു. എന്താ വിചാരമുള്ള സത്യം ഇത്? ആ വിചാരം വേണ്ടെന്ന് വെച്ചാളി. നമ്മളങ്ങനെ കായില്ലാത്ത കുടുംബത്തിലൊന്നും പറഞ്ഞല്ല. അത്ര വലിയ ആക്രമണം നമുക്കില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇങ്ങനെ തീരുമാനിക്കുന്നതില് ഈ മൊയ്തു സാർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് നടത്തി കൊടുക്കാൻ പറ്റുന്ന സാധനം നടത്തി കൊടുത്താൽ എന്താണ്? കുറച്ച് കഴിഞ്ഞെന്താ മൊയ്തു സാർ നിങ്ങളെ സൂക്കേട് എന്താണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ മാസം ഇത് കൈപ്പറ്റാൻ പറ്റൂല. അതറിയാലോ. ഞങ്ങൾ ഇത് പോയി വരുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ അല്ല, ഞമ്മക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടംപോലെ നടക്കട്ടെ. ആയിക്കോട്ടെ. ചെറിയ കേസുകളാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. അതല്ലല്ലോ കേസ്. എനിക്ക് അതുമല്ല, ഇയാൾക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള ആ താല്പര്യം കാണുമ്പോൾ എനിക്ക് സഹിക്കാത്ത. അയ്യോ, ഹലോ മൊയ്തു സാറേ. എവിടെ ഇറങ്ങിയോ? ഇല്ല, ഞാൻ വണ്ടി എടുക്കാൻ. ഞാനിന്ന് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വേണ്ട. അതെ, ഈ മന്മൻ സാറോട് പറയാ, ഒരു 3 ഉറുപ്പ്യ എനിക്ക് തരികയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പേപ്പർ നമ്മൾ ശരിയാക്കി തരുന്നു പറയാം. 3 ലക്ഷത്തിന്? മറ്റോരത് അറിയണ്ട. അയ്യോ, അത് പ്രോബ്ലം ആവില്ല സാറേ. ഓരോന്നും അറിയില്ല. ഞാനിലും വലിയ കളിയൊക്കെ കളിച്ചതാണ്. ഞാൻ അവിടുത്തെ സീനിയർ മോസ്റ്റ്. അങ്ങനെ ആവുമ്പോഴേ ഇത് കിട്ടുന്നത് ഞമ്മക്ക് 2 അക്കൗണ്ട് ഓരി വെച്ചാൽ മതി. ഞാനുണ്ടോ? അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും കൂടി ബീരിച്ചെടുത്ത ഒന്നും ഉണ്ടാവില്ല എടുക്കാൻ. എനിക്ക് നമ്മൾ എന്തെങ്കിലും തരൂ. എന്തെങ്കിലുമോ? നമുക്കൊരു 50-50 മുറിക്കാനൊക്കോ? 50-50? ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അപ്പുറത്ത് പോവുക. അവരൊക്കെ അറിയാതെ നമുക്കിത് ഡീൽ ചെയ്യണ്ടേ? അനക്കേ ഒരു 10% നമ്മൾ തരും. 10% പോരെ സാറേ? എടോ, കണക്കാക്കി തരൂ. ഈ സബൂറാക്ക് അനക്കൊരു 20% നമ്മൾ തരും. പോരെ? 20? അപ്പൊ ഈ മുതലാളിനോട് സംസാരിച്ചിട്ട് എന്നെ വിളിച്ച് പറയാ. അങ്ങനെയാണെങ്കിൽ നാളെ കൈ ഏറ്റും കൊണ്ട് പോരണോ? ഓഫീസിലെത്തിച്ചാൽ മതിയോ സാറേ? ഓഫീസിലേക്ക് കൊണ്ടുവരരുത്. ഈ ഇടങ്ങാറാക്കല്ലേ. ഈ പിന്നെ അവിടെ പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. വീട്ടിൽ കൊണ്ടു തന്നാൽ മതി പൈസ കേട്ടോ.